അതാണ് ആശാൻ സ്മാരകം. തോന്നയ്ക്കലിലെ ഈ സംരക്ഷിത സ്മാരകം ഒന്ന് കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ. മഹാകവി കുമാരനാശാന്റെ ഭവനം ഇപ്പോഴും പഴമ മാറാതെ സംരക്ഷിച്ചു പോകുന്നു. ആശാൻ രചിച്ച പല കവിതകളും ഇവിടെ ഇരുന്നായിരിക്കും അല്ലേ? പിന്നല്ലാതെ. ലക്ഷ്മി, യു ഷുഡ് റീഡ് ഹിസ് പോയംസ്. ലാംഗ്വേജ് പറയാറുണ്ട്, ബട്ട് ഐ വിൽ overcome. അല്ല, ഫ്രഞ്ചില് പോയട്രിക്ക് എന്താ പറയാ? പോയിസി. പോയിസി. അങ്ങനെയാണെങ്കിൽ മഹാകവിയുടെ ജന്മഗൃഹം അതെങ്ങനെ പറയും? ഹൗസ് ഓഫ് എ ഗ്രേറ്റ് പോയറ്റ്. La maison d'un grand poète. അത് വേണ്ട. വാ, നമുക്ക് അങ്ങോട്ട് പോവാം. Okay. Lovely place. ലക്ഷ്മി, ഇതാണ് ഹൗസ് ഓഫ് ദ ഗ്രേറ്റ് പോയറ്റ്. ഇതിന് ഫ്രഞ്ചിൽ എന്താ പറഞ്ഞേ? La maison d'un grand poète. ഓക്കെ. സച്ച് എ ബ്ലെസ്ഡ് പ്ലേസ് അല്ലേ? നെടുനാൾ വിപിനത്തിൽ വാഴുവാനിടയായി ഞങ്ങളതെന്റെ കുറ്റമോ, പടുരാക്ഷസ ചക്രവർത്തി എന്നുടൽ മോഹിച്ചത് ഞാൻ പിഴച്ചതോ. ചിന്താവിഷ്ടയായ സീതയെ ശരിക്കും മുന്നിൽ കണ്ടതുപോലെയായി. ലക്ഷ്മി, സീത, ആശാന്റെ സീത. ലുക്ക്, ചിന്താവിഷ്ടയായ സീത. Sita, the bold and beautiful heroine. I really love that character. My latest dance production is about her. ആണോ? എന്താ പ്രൊഡക്ഷന്റെ പേര്? Rahasya. രഹസ്യ. ഗുഡ്. രഹസ്യത്തെ, ലോക രഹസ്യത്തെ ആശാൻ വർണ്ണിച്ചിട്ടുണ്ട് ഈ ചിന്താവിഷ്ടയായ സീതയിൽ. ഒരു നിശ്ചയമില്ലൊന്നിനും വരുമോരോ ദശ വന്ന പോലെ പോവും, വിരയുന്നു മനുഷ്യനേതിനോ തിരിയാ ലോക രഹസ്യമാർക്കുമേ. ഭാവന കുതിരയെ പോലെ വാക്കുകൾക്കാകട്ടെ ഒഴുക്കറ്റ അവസ്ഥയും. മനസ്സേ, നിനക്കെന്തു പറ്റി? ഇന്നോളം ഇങ്ങനെ അനുഭവിച്ചിട്ടില്ല. വീണപൂവൊക്കെ എത്ര അനായാസമായിരുന്നു ഒറ്റയിരിപ്പിന്. സീതയും പരിവാരങ്ങളുമൊക്കെ മനസ്സിന്റെ വിളിപ്പുറത്ത് നിൽക്കുന്നു, ചിന്തകളുടെ മൺചിറയുമായി. ഇനി കേവലം ഒരടി മാത്രം, വെറും ഒരടി. എല്ലാ എഴുത്തുകാർക്കും ഉണ്ടാകും ഇത്തരമൊരു മണലാരണം, ശൂന്യതയുടെ ഒരു സാഗരം. അതൊന്നു കടന്നു കിട്ടണമെങ്കിൽ ഇല്ല, ദൈവം കൈവിടില്ല, ഗുരുസ്വാമി കൈവിടില്ല.
ഇന്നലെ രാത്രി ഉറങ്ങിയ മട്ടില്ല. ഇതേ നിൽപ്പ് തന്നെ. ഇടയ്ക്കിടെ വന്ന് കുറിക്കും, വീണ്ടും നടക്കും. ഒന്ന് വിളിക്കട്ടെ സ്വാമി? ഉം. ഓരോ പിറവിയും ഓരോ വിധത്തിലല്ലേ? പൂവിരിയുന്നതും സിംഹപ്രസവവും ഒരുപോലെയല്ല. പൂജിക്കുമ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, മറ്റൊരു ലോകത്താണ് കുമാരൻ. മനുഷ്യരുടെ ദുഃഖങ്ങൾ നമുക്ക് ഊഹിക്കാനാവും. പക്ഷെ എഴുത്തുകാരുടെയും കലാകാരുടെയും വേദന അനുഭവിക്കുന്നവർക്കേ അറിയൂ. പേറ്റുനോവ് കഠിനമാണെന്ന് പറയാറുണ്ടല്ലോ. പേറ്റുനോവ് പിറവിയുടെ സമയത്തല്ലേ? കലാസൃഷ്ടി നടത്തുന്നവരുടെ നോവ് തുടർന്നുകൊണ്ടേയിരിക്കും. തീരാ നോവല്ലേ? രാമായണത്തിലെ സീത ചിന്നസ്വാമി നീട്ടിക്കൊണ്ടിരിക്കുക, തുടക്കം കിട്ടുന്നില്ല അത്രേ. നീറി വരുന്ന കലയ്ക്കും അക്ഷരത്തിനുമായിരിക്കും കൂടുതൽ തിളക്കം. ഇത്രയും നീറ്റൽ കുമാരി ഇതുവരെ അറിഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു. ഇത്രയും പ്രകടമായിട്ടുണ്ടാവില്ല. സീതയ്ക്ക് വേണ്ടിയുള്ള കൊടും തപസ് തന്നെ. ഒന്ന് വിളിച്ചു നോക്കിയാലോ? നമുക്ക് അങ്ങോട്ട് പോവാം. ചിന്നസ്വാമി, മനസ്സ് ചുട്ടുപൊള്ളുകയാണ്, ചിന്തകൾ ആളി കത്തുകയാണ്. എന്നിട്ട് തുടക്കമായില്ല. ഞാൻ തോറ്റുപോകുന്നു സ്വാമി. സാരമില്ല. നാം കുമാരുവിന്റെ സീതയെ അടിമുടി കാണുന്നു. എക്കാലത്തും ആസ്വാദകർ നോക്കി നിൽക്കും കാഞ്ചന സീതയെ പോലെ. എങ്കിലും തുടക്കം കിട്ടിയില്ലല്ലോ. സുധർമാമുനിയോട് അയോധ്യയിൽ ഗതരായോരളവന്നൊരന്തിയിൽ അതിചിന്ത വഹിച്ചു സീത പോയി സ്ഥിതി ചെയ്താളുടജാന്തവാടിയിൽ. ഇതും കുമാരുവിന്റെ ഭാവന തന്നെ. വാതിൽക്കൽ നിൽക്കുകയായിരുന്നു. നാം ഒന്ന് വാതിൽ തുറന്നു കൊടുത്തു എന്ന് മാത്രം. ഇതാണ് എന്റെ സീത. ഊണുമുറുക്കവുമില്ലാതെ ഞാൻ ചിന്തിച്ച സീത. ഇങ്ങനൊരു തുടക്കം ഞാൻ പ്രതീക്ഷിച്ചില്ല സ്വാമി. എപ്പോഴാണ് എനിക്ക് ആശ്വാസമായത്. സ്വാമിയുടെ ഭാവന ആകാശമല്ലേ? ചിന്താവിഷ്ടയായ സീതയുടെ ശിരസിൽ വീണു അതിൽ നിന്നൊരു പൂമഴ. തുടങ്ങാനൊരു വഴിയുമില്ലാതെ നിൽക്കുകയായിരുന്നു. ഇപ്പൊ വഴിയായി. ആദികവിയുടെ മനോഹര സൃഷ്ടി സീത. പ്രതിബന്ധങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്ത സീത. അശോകവനത്തിലെ സീതയുടെ ചിന്തകൾ പുതിയൊരു കാവ്യമാകട്ടെ. കുമാരുവിന്റെ പേരിനൊപ്പം ലോകം വാഴ്ത്തട്ടെ ചിന്താവിഷ്ടയായ സീതയുടെ നാമവും. ഇനി തടസ്സമില്ല. സർഗസൃഷ്ടി തുടങ്ങട്ടെ. സുധർമാമുനിയോടയോധ്യയിൽ ഗതരായോരളവന്നൊരന്തിയിൽ അതിചിന്ത വഹിച്ചു സീത പോയി സ്ഥിതി ചെയ്താളുടജാന്തവാടിയിൽ. അരിയോരണി പന്തലായി സതിക്കൊരു പൂവാകവിതിർത്ത ശാഖകൾ ഹരിനീല തൃണങ്ങൾ കീഴിരുന്നരുളും പട്ടുവിരിപ്പുമായതു. സ്വാമി, ഇതെന്തൊക്കെയാണ്? മത്സ്യമാണോ? കൊഞ്ചാണ് സ്വാമി. കശുവണ്ടിയുണ്ട്. സ്വാമിക്കാണെന്ന് പറഞ്ഞതേ ഉള്ളൂ.
കൊഞ്ചുവാരി തരാൻ വള്ളക്കാര് മത്സരിക്കായിരുന്നു. അവരെപ്പോലെ കടലുമായി നമുക്കും ആത്മബന്ധമുണ്ട്. സ്വാമി തന്നെ നാളെ പുലർച്ചെ വള്ളമിറക്കണമെന്ന് അവരെല്ലാരും പറഞ്ഞു. കഴിയുമോ? മൂന്നാല് പേര് വരുന്നുണ്ടല്ലോ. പ്രതിഷ്ഠ നടത്തിയപ്പോ ചോദിക്കാൻ വന്നവരാ. സ്വാമിയെ പരീക്ഷിക്കാനായിരിക്കും. എല്ലാ പരീക്ഷകളും നല്ലതാ, പരീക്ഷണങ്ങളും. നമസ്കാരം. നമസ്കാരം. ഉള്ള സ്ഥലത്തൊക്കെ ഇരിക്കാം. ഹായ്, ഇരിക്കാൻ പറ്റിയ സ്ഥലം ഇരിക്കാനല്ല ഇങ്ങോട്ട് വന്നത്. ഞങ്ങള് നിന്നോളാം. ഏയ്, മീനുണക്കുന്ന സ്ഥലത്താണോ ഇരിക്കുക? മീനോ? നിൽക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ആവാം. പിന്നെ കടലും മീനും ഒക്കെ അത്ര നികൃഷ്ടമാണോ? സംശയം എന്തേ? മീൻ പ്രേമികൾക്ക് അതൊക്കെ പുണ്യായിരിക്കും, നമുക്കതിന് കഴിയില്ല. അപ്പോ ഒരു സംശയം, ഭഗവാനെ ഉണർത്തുന്ന ശംഖ് കടലിൽ നിന്നല്ലേ? അത് ജലജീവിയുടെ അവശിഷ്ടമല്ലേ? തീർത്ഥം കൊടുക്കുന്നതും അതേ ശംഖിൽ. ശംഖില്ലാതെ പൂജയും ഇല്ല. ശംഖ് വിളിക്കാനുള്ളത് അതുപോലാണോ മീനിന്റെ കാര്യം? ഭഗവാൻ വിഷ്ണു മത്സ്യാവതാരം എടുത്തിട്ടില്ലേ? അത്ര നികൃഷ്ടമാണെങ്കിൽ തർക്കുത്തരം പറഞ്ഞല്ല ജയിക്കേണ്ട. തർക്കിക്കാൻ വരുന്നവർക്ക് ഏതുത്തരവും തർക്കുത്തരമായി തോന്നും. ഇവിടെ ഉണ്ടല്ലോ ഒരു മീനാറ്റം. അത് മീനല്ലേ? ഈ പറഞ്ഞത് ശരിയാണോ? അതീ കൊഞ്ചുണ്ട്, ചുട്ട കശുവണ്ടിയുണ്ട്. ഏയ് ശിവ ശിവ, നോമിത് എന്താ കേൾക്കണേ? കൊഞ്ചോ? ശിവന്റെ പേരിലും ആശ്രമത്തിന്റെ പേരിലും ഇവിടെ എന്തൊക്കെയാ നടക്കണേ? അപ്പോ നാട്ടാര് പറയണത് ശരിയാ, സിദ്ധനാത്രേ കൊഞ്ചിരണ സിദ്ധൻ. അതന്നെ. ഇതൊക്കെയാ ഇവരുടെ ഇഷ്ടഭോജനം. അവിടെ ഇരിക്കണ കൊഞ്ച് ആരും കഴിച്ചില്ലല്ലോ. പക്ഷേ ഇത് ഗുരുവിന് സമർപ്പിച്ചല്ലേ? ഇവിടെ ആരും കൊഞ്ച് കഴിക്കില്ല. കൊഞ്ചിനടുത്തിരിക്കുന്ന കശുവണ്ടിയും കഴിക്കില്ല. നമുക്ക് 2-4 കശുവണ്ടിയും ഇട. ശരി സ്വാമി. കശുവണ്ടിപ്പരിപ്പും കൊഞ്ചും രൂപത്തിൽ ഒരുപോലെ, രുചിയില വ്യത്യാസം. ഇത്രയ്ക്ക് അവഹേളനോ? അത് നമ്മെ നിർത്തിക്കൊണ്ട് ഛർദിച്ചിവിടം വൃത്തികേടാക്കല്ലേ? നെയ്യാറിന്റെ കാറ്റ് ശുദ്ധമാക്കുമല്ലോ സ്വാമി. പരീക്ഷിക്കാൻ വന്ന ഞങ്ങൾക്ക് ശരിക്കും ശിക്ഷ കിട്ടി. ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞങ്ങളെ ശിക്ഷിക്കരുത്. ഇനി ഛർദിച്ച
ഞങ്ങള് ചത്തുപോകും സ്വാമി. ഓം ബ്രഹ്മണേ മൂർത്തിമതേ ഈ തീർത്ഥം അവരുടെ വായിൽ ഒഴിച്ചു കൊടുക്കുക. ഹേതവേ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. തിരുവിനെ ഇത് കുടിച്ചാൽ ഓം ബ്രഹ്മണേ മൂർത്തിമതേ ശ്രീതാനാം ശുദ്ധിഹേതവേ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഈ തീർത്ഥത്തിലുമുണ്ടായിരുന്നു ഒരു കടൽ. ഇപ്പോ ഈ മണ്ണിന് നാറ്റമുണ്ടോ? ഇല്ല സ്വാമി, പനിനീരിന്റെ മണം, ശിവപെരുമാളിന്റെ ശാന്തത. ശിവഭാവം